നോമ്പുകാരനായ ഒരാൾ പകലുടനീളം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു മാസക്കാലം അത് തുടരുകയും ചെയ്യുന്നു. പകലുടനീളം ഒരു മാസക്കാലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ അസാധാരണമായിട്ടുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ആവശ്യമാണ്. ഇങ്ങനെ ഉള്ള ഒരു റെസൊല്യൂഷൻ അതല്ലെങ്കിൽ ഒരു അഫർമേഷൻ ഒരാൾ എടുക്കുമ്പോൾ അയാളുടെ ബ്രെയിനിൽ സവിശേഷമായ ഒരു ന്യൂറോ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡോപ്പമൈൻ. എന്ന് വെച്ചാൽ ഒരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമായി ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ട് ഉറച്ച തീരുമാനത്തോടുകൂടി പിന്തുടരുന്ന നോമ്പ്, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ന്യൂറോ കെമിക്കലിൻ്റെ പേരാണ് ഡോപ്പമൈൻ. നോമ്പിൻ്റെ കാര്യത്തിൽ അതൊരു സ്പിരിച്വൽ മോട്ടിവേഷണൽ ന്യൂറോ കെമിക്കലാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഡോപ്പമൈൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് നാം തിരിച്ചറിയുക. മറ്റൊരു കാര്യം, ഈ നോമ്പെടുക്കുന്ന സമയത്ത് അന്നപാനീയങ്ങൾ മാത്രമല്ല ഉപേക്ഷിക്കുന്നത്. മനുഷ്യൻ്റെ പലതരത്തിലുള്ള ഡിസയറുകളെയും ലൗകികമായിട്ടുള്ള സുഖഭോഗങ്ങളെയും അവൻ ഉപേക്ഷിക്കുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് അവൻ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്നു. ഒരു ഈവിൾ ടോക്ക് കഴിയില്ല, ഒരു ഈവിൾ ലുക്ക് കഴിയില്ല, ഒരു കളവ് പറയുവാനോ അതല്ലെങ്കിൽ ഒരാളെ വഞ്ചിക്കുവാനോ മനസാക്ഷി നിരക്കാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാനോ ഒന്നും കഴിയാത്ത രീതിയിൽ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ നോമ്പുകാരൻ വിട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും തന്നെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇച്ഛാശക്തിയുടെയും വലിയ റിഫ്ലക്ഷനാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അവിടെയും ഡോപ്പമൈൻ ധാരാളമായിട്ട് സമീകൃതമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ആണ് ന്യൂറോ സയൻസ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന മനുഷ്യൻ ഇത്തരത്തിൽ ഒരു തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും അടിസ്ഥാനപരമായിട്ട് അവന് വിശപ്പ് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, അവന് ലഭിക്കുന്ന ഒരു ആത്മസുഖമുണ്ട്, ഒരു സൗഖ്യമുണ്ട്. അതാണ് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ന്യൂറോ കെമിക്കലാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. അത് സൗഖ്യത്തിൻ്റെ ഒരു ന്യൂറോ കെമിക്കലാണ്. അപ്പോൾ ഒരു ആന്തരികമായ സമാധാനവും ഒരു സുഖവും ഒരു സംതൃപ്തിയുമൊക്കെ മനുഷ്യൻ അനുഭവപ്പെടുന്നത് ഈ ഉടനീളം റമദാൻ മാസത്തിൽ ഉടനീളം ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഈ ന്യൂറോ കെമിക്കൽ വളരെ സമീകൃതമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന മനുഷ്യൻ പകൽ മുഴുവനും അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവൻ്റെ മനസ്സ് തരളിതമാകുന്നു. അവൻ ലോകമെങ്ങുമുള്ള പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പും ദാഹവും പെർസെപ്റ്റ് ചെയ്യാനുള്ള, അത് തൊട്ടറിയാനുള്ള ഒരു അവസരം അവനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, അവൻ്റെ മസ്തിഷ്കത്തിൽ മറ്റൊരു ന്യൂറോ കെമിക്കലായിട്ടുള്ള ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ടിങ് കെമിക്കലാണ്. നമുക്കറിയാം, നോമ്പെടുക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു മാസം ഉടനീളം ദാനധർമ്മങ്ങളിൽ വളരെ സജീവമായ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ മാത്രം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ UAE-യിൽ നിന്ന് മാത്രമായി 3.7 ബില്യൺ ദിർഹംസാണ് സമ്പന്നരായ ആളുകളിൽ നിന്ന് പാവപ്പെട്ട പട്ടിണിപ്പാവങ്ങളിലേക്ക് ലോകമെമ്പാടും ഒഴുകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് 1.8 ബില്യൺ സൗദി റിയാലാണ് ഒഴുകിയിട്ടുള്ളത്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് 1.8 ബില്യൺ ഡോളറാണ് സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ട ആളിലേക്ക് ഒഴുകിയിട്ടുള്ളത്. ഇതുപോലെ യൂറോപ്യൻ യൂണിയനെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 1.2 ബില്യൺ ഡോളറാണ് അവിടെ ഈ തരത്തിലുള്ള സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് ഒഴുകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നോമ്പുകാരൻ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ മനസ്സ് തരളിതമാവുകയും അവൻ്റെ കരങ്ങൾ ചാരിറ്റി എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അവൻ്റെ മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ന്യൂറോ കെമിക്കലിൻ്റെ പേരാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അത് ലവ് ആൻഡ് അഫെക്ഷൻ ആൻഡ് ബോണ്ടിങ്ങിൻ്റെ ഒരു കെമിക്കലാണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. മാത്രമല്ല, നോമ്പുവേളയിൽ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ അവരവരുടെ ഗ്രാമങ്ങളിൽ അവരവരുടെ വീടുകളുടെ അടുത്തുള്ള പള്ളികളിൽ എല്ലാ ദിവസവും രാത്രി ഒരു സംഘടിതമായ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ അനവധി ആളുകളെ കാണുവാൻ കഴിയുന്നു. അവരെ പരസ്പരം കുശലം പറയുവാനും പരസ്പരം ആശ്ലേഷിക്കുവാനും പരസ്പരം ആശീർവദിക്കുവാനും ഒക്കെ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോ കെമിക്കലിൻ്റെ പേരാണ് ഓക്സിറ്റോസിൻ എന്നത്. അപ്പോൾ ഒരു സാമൂഹികമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു കൊഹഷൻ എത്ര മനോഹരമായിട്ടാണ് ഈ റമദാൻ മാസക്കാലത്ത് ഈ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന ഒരാൾ അനുഭവപ്പെടുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് പാപങ്ങളൊന്നും ചെയ്യാതെ വളരെ മനസ്സമാധാനത്തോടുകൂടി വളരെ സ്വസ്ഥതയോടുകൂടി ഒരു ആന്തരികമായിട്ടുള്ള സമാധാനം, ഒരു ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇന്നർ പീസ് എന്ന് പറയുന്നത്.
ഇസ്ലാം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പദവിയിലേക്ക്, ഉദാത്തമായ ഒരു പദവിയിലേക്ക് മനുഷ്യൻ റമദാൻ മാസത്തിലെ നോമ്പിലൂടെ എത്തുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സമാധാനം കൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റൊരു ന്യൂറോ കെമിക്കലിൻ്റെ പേരാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ അത് സ്ട്രെസ് റിലീവറാണ്, അത് പെയിൻ റിലീവറാണ്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും, നമുക്കുള്ള ടെൻഷൻ, നമുക്കുള്ള സ്ട്രെസ്സ്, ഇതിനൊക്കെ തന്നെ റിലീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് ഈ എൻഡോർഫിൻ. ഇങ്ങനെ നോമ്പ് എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രി ലെവലിലുള്ള ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു സമഗ്രമായ രീതിയിലുള്ള ഒരു ആരാധനാകർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരേ സമയത്ത് തന്നെ പലതരത്തിലുള്ള ന്യൂറോ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ സമ്മതിക്കുന്ന, അംഗീകരിക്കുന്ന, വിശദീകരിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളാണ്. വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ നാം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ നോമ്പുവേളയിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കലും അതുപോലെ തന്നെ ഓക്സിറ്റോസിനും സിറോട്ടോണിനും എൻഡോർഫിനും ഒക്കെ തന്നെ വളരെ സമീകൃതമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു അനുഭവം, അതിൻ്റെ ഒരു ശാന്തി നമ്മൾ ആത്യന്തികമായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പടച്ച തമ്പുരാൻ നോമ്പെടുക്കുന്ന ആളുകൾക്ക് പരലോകത്ത് മാത്രമല്ല പ്രതിഫലം തരുന്നത്, ഈ ലോകത്ത് കൂടി സമാധാനത്തിൻ്റെ രൂപത്തിൽ നമുക്ക് പ്രതിഫലം നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കെല്ലാവർക്കും നോമ്പിനെ അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുവാനും പാലിക്കുവാനും കഴിയുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.